ഉണ്ട്. അതിൻ്റെ അവതരണം എന്ന് പറയുമ്പോൾ നിന്നും ഇരുന്നും ചാഞ്ഞും ചെരിഞ്ഞും പരസ്പരം മാറിയും വട്ടം ചുറ്റിയുമാണ് ഒപ്പന അവതരിപ്പിക്കുക. അത് വഴിനീളം, വിരുത്തം, മുറുക്കം, ചായൽ, ഇടമുറുക്കം, ഇടച്ചായൽ, പോക്ക് വഴിനീളം എന്നിങ്ങനെയാണ് ഇതിൻ്റെ അവതരണ ക്രമം. ഇവിടെ അവതരിപ്പിച്ച ടീമുകൾ പലരും നന്നായി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. എന്നാലും മത്സരം ടോട്ടൽ വിലയിരുത്തുമ്പോൾ ആവറേജ് എന്ന് നമുക്ക് പറയാം. 1-2 ടീമുകൾ കട്ടക്ക് തന്നെ വന്നിട്ടുണ്ട്. പാട്ടിലെ ചില പ്രശ്നങ്ങൾ കാരണമാണ് അവർ 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ പുറന്തള്ളപ്പെട്ടിട്ടുള്ളത്. അടുത്ത വേദിയിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പാട്ട് തിരഞ്ഞെടുക്കുമ്പം യൂട്യൂബിലുള്ളത് കേട്ടിട്ട് പഠിച്ച് അതുപോലെ അവതരിപ്പിക്കുമ്പം ഒരുപാട് പ്രശ്നങ്ങൾ പാട്ടിലുണ്ടാകും. പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ടിൻ്റെ സാഹിത്യം എന്ന് പറയുന്നത് സങ്കര ഭാഷയിലാണ്. അറബിയും അതുപോലെ തന്നെ തമിഴും പേർഷ്യയും ഒക്കെ ഇടകലർന്ന ഭാഷയിലാണ് ഒപ്പനപ്പാട്ട് വരുന്നത്. അതുകൊണ്ട് ഈ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ നമുക്കറിയാം, മാപ്പിളപ്പാട്ടിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം കൽബിൻ്റെ നൊമ്പരങ്ങൾ അറിയുന്ന സുബ്ഹാൻ, ഈ പാട്ട് നമ്മൾ പാടുമ്പോൾ കൽബ് എന്നുള്ളത് കൽബ് തന്നെ ആയില്ലെങ്കിൽ ഒരുപാട് വ്യത്യാസം അതിൻ്റെ അർത്ഥത്തിൽ വരുന്നുണ്ട്. കൽബ് എന്ന് പറഞ്ഞാൽ നായ എന്നാണ്. അപ്പം നായയുടെ സങ്കടം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ സങ്കടം, ഈ രണ്ടും വലിയ വേരിയേഷനാണ് വരുന്നത്. ഇതുപോലെ ഓരോ വാക്കിലും അക്ഷരങ്ങൾ മാറിക്കഴിഞ്ഞാൽ അർത്ഥം മൊത്തം മാറുന്ന ഒരു പ്രവണത മാപ്പിളപ്പാട്ടിനുമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഉച്ചാരണം, അതിൻ്റെ വാക്കുകൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ട് പാടാൻ ശ്രമിക്കണം. പലരും യൂട്യൂബിൽ നിന്ന് എടുത്ത് അത് പഠിച്ചു അതിൻ്റെ അതേപോലെ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ കണ്ടത്. ആ ശ്രമങ്ങളെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണെങ്കിലും അത് കൃത്യമായിട്ട് അതുപോലെ തന്നെ അവതരിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മൾ വിചാരിച്ച തലത്തിലേക്ക് എത്തുകയില്ല. അതുകൊണ്ട് തന്നെ അടുത്ത വേദിയിൽ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഇവിടെ ജില്ലയിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കോഡ് നമ്പർ മാത്രമേ നമുക്ക് അനൗൺസ് ചെയ്യാനുള്ള ഇത് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള നമ്പറുകളുടെ ഒക്കെ ഗ്രേഡാണ് പറയുന്നത്. ഏതായാലും മത്സരിച്ച എല്ലാ കുട്ടികൾക്കും അഭിനന്ദനം അറിയിക്കുന്നു. ഒപ്പം ജില്ലയിലേക്ക് പ്രൊമോട്ട് ചെയ്തിരിക്കുന്ന നമ്പർ കോഡ് നമ്പർ 3. ബാക്കിയുള്ള എല്ലാ ടീമിനും A ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട്. താങ്ക് യു.